ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇത് മാമ്പഴക്കാലമാണ്. വീട്ടിലെല്ലാം ധാരാളം മാങ്ങ കിട്ടുന്ന സമയമായതുകൊണ്ട് തന്നെ അടിപൊളി പുഡിംഗ് റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതിന് വേണ്ടി വലിയ സൈസിലുള്ള 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും 2 മാങ്ങയും പിന്നെ ഒരു മാങ്ങയുടെ പകുതി ഭാഗമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചൈന ഗ്രാസാണ്. അത് 8 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുക. ദാ ഇവിടെ 2 മാങ്ങയും ഒരു മാങ്ങയുടെ പകുതിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊലിയെല്ലാം എടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല മധുരമുള്ള നാരില്ലാത്ത മാങ്ങ നോക്കിയെടുക്കണം. ഈ മാങ്ങ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്, നല്ല മധുരമാണ്. ഇത് മുഴുവനും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 250 ml മെഷർമെൻറ്റ് കപ്പിൽ 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് അഥവാ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തു. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ്. ഇനി അത് കയ്യിലില്ല എങ്കിൽ ഇതിന് പകരമായിട്ട് പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുഴമ്പ് പരുവത്തിൽ, അതായത് പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് പാൽപ്പൊടിയും കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുന്നില്ല എങ്കിൽ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അരച്ച ഈ പേസ്റ്റ് ഉണ്ടല്ലോ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അടി കട്ടിയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് റെഡിയാക്കി എടുക്കാം. എപ്പോഴും മീഡിയം തീയിൽ വെച്ച് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. പെട്ടെന്ന് അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അത് വളരെ ചെറിയ തീയിൽ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി പേടിയുണ്ടെങ്കിൽ ഡബിൾ ബോയിലിംഗ് രീതി ഉണ്ടല്ലോ, അങ്ങനെ വേണമെങ്കിലും നമുക്ക് മെൽറ്റാക്കി എടുക്കാം. അതായത് ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ചെറിയ പാത്രത്തിൽ ചൈന ഗ്രാസ് ഇട്ട് അതിൻ്റെ മീതെ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ദാ ഇവിടെ നമ്മൾ മാങ്ങ മിശ്രിതം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. മീഡിയം തീയിൽ വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുത്തു. നന്നായിട്ട് പാകമായി വന്നപ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മെൽറ്റായി കിടക്കുന്ന ചൈന ഗ്രാസ് മിക്സ് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ ഏത് ട്രേയിലാണ് പുഡിംഗ് ഒഴിക്കുന്നത് ആ ട്രേയിലേക്ക് നന്നായിട്ട് നെയ്യ് തേച്ച് കൊടുക്കണം. അതിനുശേഷം പുഡിംഗ് മിക്സ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഇനി ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 5-6 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം കഴിക്കാം. അടിപൊളി മാങ്ങ പുഡിംഗ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഈ ഒരു സമയത്ത് ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഇനി നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇപ്രാവശ്യം എല്ലാവർക്കും വളരെയധികം മാങ്ങ കിട്ടിയിട്ടുള്ളൊരു നാളാണ്. ഈ സമയത്ത് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് ഈ മാംഗോ പുഡിംഗ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇനി കുറച്ച് കൂടുതൽ കട്ടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 10 ഗ്രാം വരെ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 8 ഗ്രാമാണ് ചേർത്തിട്ടുള്ളത്. പുഡിംഗ് മിക്സ് തിളച്ച് വന്നു കഴിഞ്ഞാൽ ചെറിയ തീയിൽ 7 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോഴാണ് പുഡിംഗ് അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. ഇനി നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മാംഗോ കഷ്ണം ഉണ്ടല്ലോ, ചെറിയ ചെറിയ കഷ്ണങ്ങൾ, അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യമാണ്. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി നിങ്ങൾക്ക് നല്ല നല്ല മാംഗോ റെസിപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. വീണ്ടും കാണാം. ബൈ ബൈ.